തരിശുഭൂമിയിൽ വസന്തം വിരിയിച്ച സന്തോഷത്തിലാണ് കണ്ണൂർ ചെങ്ങളാഴി ഫ്ലോറി പെറ്റൽ സഹകരണ സംഘം. ഓണത്തിന് പൂക്കളം ഒരുക്കാൻ എവിടെ നിന്ന് പൂ വാങ്ങണമെന്ന സംശയവും വേണ്ട, നേരെ ചുഴലിയിലോട്ട് വന്നാൽ മതി. വരും വർഷങ്ങളിൽ പൂക്കൃഷി വിപുലമാക്കാനാണ് ഇവരുടെ തീരുമാനം. വിജയനരമിൽ സിന്ധു തോമസ്, ടി വി ലേഖ, കെ വി മഞ്ജുള എന്നിവർക്ക് വീട്ടുമുറ്റത്ത് ചെണ്ടുമല്ലി വളർത്തിയ പരിചയമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഓണത്തിന് ഒരു കുട്ട പൂവ് പദ്ധതിയിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങാമെന്ന് ചെങ്ങളായി കൃഷി ഓഫീസർ വി ജിനു അറിയിച്ചപ്പോൾ ഇവർ തയ്യാറായി രംഗത്ത് വന്നു. ചുഴലി സർവീസ് സഹകരണ ബാങ്ക് സ്ഥലം നൽകി. തൃശ്ശൂരിൽ നിന്നും 3000 ഹൈബ്രിഡ് തൈകൾ കൊണ്ടുവന്ന് ഇവർ കൃഷി ആരംഭിച്ചു. ഇപ്പോൾ കർണാടകത്തിലെ പൂന്തോട്ടം പോലെയാണ് ഇവിടം. നിലമൊരുക്കാനും കൃഷിഭവൻ്റെ സഹായം ലഭിച്ചു. പൂവിന് നിലവിൽ നാട്ടിൽ 300 രൂപ വിലയുണ്ടെങ്കിലും 200 മുതൽ 250 രൂപ വിലയ്ക്കാണ് ഇവിടെ പൂ വിൽക്കുന്നത്. അടുത്ത വർഷം കൂടുതൽ കൃഷി ചെയ്യണമെന്നാണ് ഇവരുടെ ആഗ്രഹം. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞങ്ങൾ വീടുകളിൽ പുഷ്പകൃഷി ചെയ്തു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആലോചനയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാം പിന്നിൽ നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെങ്ങളായി കൃഷിഭവൻ്റെ കീഴിൽ ഫ്ലോറി പെറ്റൽസ് എന്ന് പറഞ്ഞൊരു പുഷ്പകൃഷി കൂട്ടായ്മ രൂപീകരിക്കാൻ പറ്റിയതും ഒരേ താല്പര്യമുള്ള കൂട്ടുകാരെ ഒരുമിച്ച് ചേർന്ന് അത് നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ഇത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇതിൽ താല്പര്യമുള്ള വനിതകളെ നമ്മൾ സംഘടിപ്പിക്കുകയും അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ചെറിയ തോതിൽ തുടങ്ങുകയും അത് വിജയമാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം നമ്മുടെ ചുഴലി സർവീസ് സഹകരണ ബാങ്കിൻ്റെ സഹകരണത്തോടു കൂടി അവരുടെ ഏകദേശം 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഈ സന്നദ്ധരായ ഈ വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കൃഷി ഇവിടെ ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഈ പ്രാവശ്യം വൻ വിജയമായിട്ടുണ്ട്. നാട്ടിലെ വസന്തം കാണാൻ ആളുകൾ കുടുംബസമേതമായാണ് ഇവിടെ എത്തുന്നത്. സാധാരണ കണ്ണൂരിൽ ഓണത്തിന് പൂക്കളമൊരുക്കാൻ കർണാടകയിൽ നിന്നാണ് പൂക്കളെത്തുന്നത്. എന്നാൽ 1-2 വർഷങ്ങളായി പൂക്കൃഷിയിൽ സ്വയം പര്യാപ്തതയിൽ എത്താനുള്ള ശ്രമത്തിലാണ് കണ്ണൂർ ജില്ല. അമൃത ന്യൂസ്, കണ്ണൂർ.